ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിത് ഒരു ബീൻസാണ്, പപ്ഡി ബീൻസ് എന്ന് പറയും. ഇതും കൊണ്ടൊരു തോരൻ വയ്ക്കാനാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് പപ്ഡി ബീൻസാണ്. നിങ്ങൾ എങ്ങനെയാണോ പറയുന്നതെന്നൊന്ന് കമൻറ്റ് തരണേ. അപ്പോൾ ഇത് തോരനാണ് വയ്ക്കുന്നതിന്ന്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടുക്, ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, എണ്ണ. ഇത്രയും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുകും ജീരകവും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി കുറച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ, ഞാൻ തോരൻ വയ്ക്കുമ്പോഴൊക്കെ തേങ്ങ കുറച്ചിടും, ഒരു 2 ടീസ്പൂൺ ഇടും. അപ്പം തേങ്ങ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോഴേക്കും നമുക്കിനി അതിലേക്ക് കുറച്ച് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഈ തേങ്ങയാണ് തിരുമ്മിയത് നമ്മൾ കുറച്ച് ചേർക്കുന്നത് എപ്പോഴും ടേസ്റ്റ് കറികൾക്കും അതുപോലെ തോരനൊക്കെ വയ്ക്കുമ്പം നമ്മളിട്ട് കൊടുത്താൽ അതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇപ്പോൾ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ബാക്കിയുള്ള തേങ്ങയും ഉള്ളി അരിഞ്ഞതും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിയിട്ടൊന്ന് ഡ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ അതിൻ്റെ ഈ അളവനുസരിച്ച് പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് ബീൻസിൻ്റെ അരിഞ്ഞു വരുമ്പോൾ ബീൻസിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. ബീൻസ് തോരൻ നമ്മൾ കഴിക്കുന്നത് പോലെയുള്ള ആ ഒരു ടേസ്റ്റാണ്. പക്ഷേ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് ഇതിന്. ഈ രീതിയിൽ ഉണ്ടാക്കി വെച്ച് നോക്കണേ. അപ്പോൾ ഞാനെല്ലാം ഇട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം, അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക. അത് നന്നായിട്ടൊന്ന് വേവട്ടെ. കുറച്ച് തീ നമ്മൾ ആദ്യം ഒന്ന് കൂട്ടി വെച്ചിട്ട് പിന്നെ ഒന്ന് കുറച്ച് കൊടുക്കണം. ഇവിടെ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്, അതിൻ്റെ വെള്ളമെല്ലാം പറ്റി വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് മൊബൈലെടുക്കുന്ന ഒരു കൈ കൊണ്ട് മൊബൈലിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ ഇളക്കാൻ പറ്റാണ്ട് വരുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ആവണം. ഒരുപാട് അങ്ങ് അവിഞ്ഞ് അങ്ങ് ഇതായി പോകരുത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വേവ് അനുസരിച്ച് നോക്കണം, ഇടയ്ക്കൊന്ന് തുറന്നിട്ട്. ഇപ്പോൾ പിന്നീട് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ആയി വരുന്നുണ്ട്, അതിൻ്റെ വെള്ളമെല്ലാം പറ്റി വരുന്നുണ്ട്. ഇതിപ്പം ഒന്നുകൂടെ ഒന്ന് ആയിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് നോക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് കുറച്ചുകൂടെ ഒന്ന് വാടി വരുന്ന കാണാം. അതിൻ്റെ ആ മഞ്ഞ കളറൊക്കെ ഒന്ന് നന്നായിട്ട് അതിലൊന്ന് പിടിച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറി ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കുക. അപ്പോൾ ഇപ്പോൾ പപ്പടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.